ഹലോ സ്റ്റുഡൻസ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ പേപ്പറിലെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ടിംഗ്. അപ്പം ഇത് ആക്ച്വലി ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പക്ഷേ ലാസ്റ്റത്തേക്ക് നിങ്ങൾ ആക്ച്വലി ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾ ഓഡിറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബാക്കി പ്രൊസീജിയേഴ്സ്, ഓഡിറ്റ് റിസ്ക്, എത്തിക്സ് അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റത്തേക്ക് കണ്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിംഗ് എന്ന്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് ആദ്യമേ നോക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ആസ് എൻ ഓഡിറ്റർ എന്ത് ചെയ്യും, ഒരു ഒപ്പീനിയൻ FSC പറയാനിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്കത് വെറുതെ വെർബലി പറഞ്ഞാൽ പോലെ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതിയൊരു ഡോക്യുമെൻ്റ് ആക്കണം. ശരിയല്ലേ? ഒരു ഒപ്പീനിയൻ ഒരു ഡോക്യുമെൻറ്റിലേക്ക് ആക്കുന്നതിനാണെന്ന് വിളിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഫോർമൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഒപ്പീനിയൻ, സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ. അതിനാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് വെക്കുന്നത്. ഓക്കെ, നമ്മൾ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഓഡിറ്റ് ചെയ്തത് അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഓഡിറ്റ് ഒപ്പീനിയൻ ചേർത്തൊരു ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ പല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 700, 705 ആൻഡ് 706 ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഇത് ആരൊക്കെയാണ് ഇൻറ്റൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് ചോദിച്ചാൽ എല്ലാ യൂസേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് യൂസേഴ്സ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറയാൻ പറ്റും വേണമെങ്കിൽ. നമ്മളിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, ലെൻഡേഴ്സ് എല്ലാവരും. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വലി ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ഒപ്പീനിയൻ പറയുന്ന ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെൻ്റ്, അതാണെന്ത് ഓഡിറ്റ് റിപ്പോർട്ട്, സിമ്പിൾ ആസ് ദാറ്റ്. യെസ്. അപ്പോൾ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ എന്ത് പറയും, ഓഡിറ്റ് ഒപ്പീനിയൻ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഈ ഒരു ഒപ്പീനിയൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പല സമയം പല ഒപ്പീനിയനാണ് പറയാറ്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ FS ട്രൂ ആൻഡ് ഫെയർ ആണ്, FS ട്രൂ ആൻഡ് ഫെയർ അല്ല എന്നൊക്കെ പറയും. അത് കൂടാതെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്തിനാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒപ്പീനിയൻ പറയണം അല്ലേ. ഈ ഒപ്പീനിയൻ എന്തായിരിക്കും മെയിനായിട്ട് ഒപ്പീനിയനിൽ നമ്മൾ എന്തായിരിക്കും ഉൾപ്പെടുത്തുന്നത്? FS ട്രൂ ആൻഡ് ഫെയർ ആണോ? ഓക്കെ, നമ്മൾ ഈ ഓഡിറ്റ് ചെയ്ത FS ട്രൂ ആൻഡ് ഫെയർ ആണോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ, അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, FS ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയും. ശരിയല്ലേ? FS റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ട്രൂ ആൻഡ് ഫെയർ അല്ല, FSൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ എറേഴ്സോ ഫ്രോഡോ സ്റ്റേറ്റ്മെൻറ്റ്സോ എന്തൊക്കെയോ ഇരിപ്പുണ്ട് അവിടെ. ആ രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ. ഇനി അത് കൂടാതെ നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണെന്ത്, നമ്മുടെ FS ആപ്ലിക്കബിൾ ഫ്രെയിം വർക്ക് വെച്ചിട്ടാണോ പ്രിപ്പയർ ചെയ്തത് എന്ന് വെച്ചാൽ കോംപ്ലയൻസ് ചെയ്യുന്നുണ്ടോ, IFRS കോംപ്ലയൻസ് ഉണ്ടോ, അതോ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിട്ടാണോ ഈ FS പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ IFRS അല്ല ഫോളോ ചെയ്യുന്നത്, ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു ലോക്കൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫ്രെയിം വർക്ക് പ്രകാരം ആണോ നമ്മുടെ FS പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അത് നോക്കണം. ഇത് രണ്ടുമാണ് നമ്മളിവിടെ പറയുന്നത് ഒരു ഓഡിറ്റ് ഒപ്പീനിയൻ പറയുന്നത്. FS ട്രൂ ആൻഡ് ഫെയർ ആണോ, ആൻഡ് ഓൾസോ അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇൻ ലൈൻ വിത്ത് ആപ്ലിക്കബിൾ ഫ്രെയിം വർക്ക് അല്ലേ. യെസ്. അപ്പോൾ എന്തിനാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാക്കി നമ്മളത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒപ്പീനിയൻ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് വേണേൽ വെറുതെ വെർബലി പറയാം. ഓക്കെ, FS ട്രൂ ആൻഡ് ഫെയർ ആണ്, അങ്ങനെ വെച്ചാൽ എന്തല്ല, അത് ഒട്ടും പ്രൊഫഷണൽ അല്ല. ശരിയില്ലേ? അപ്പോൾ എന്തിനാണ് ഈ ഒരു റിപ്പോർട്ടാക്കി നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അത് ആ ഒരു ഒപ്പീനിയൻ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വൃത്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ടായിട്ട് കാണിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ നമ്മുടെ FSൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടും. ശരിയല്ലേ? ഇപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്യാത്തൊരു FSും ഓഡിറ്റ് ചെയ്ത FSനും രണ്ടിനും രണ്ട് ക്വാളിറ്റിയാണ്. ശരിയല്ലേ? നമ്മൾ ഓഡിറ്റഡ് FS എന്ന് പറയുമ്പോൾ അതിന് അത്രയും ക്രെഡിബിലിറ്റിയാണ്. കാരണം എന്താ, അത് യൂസേഴ്സിന് അറിയാം, നമുക്ക് ഇത് വെറുതെ പ്രിപ്പയർ ചെയ്ത് കമ്പനി തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു FS അല്ല, ഇത് ഓൾറെഡി ഒരു റിവ്യൂ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ശരിയല്ലേ? ആരുടെ റിവ്യൂ? ഒരു ഓഡിറ്ററിൻ്റെ റിവ്യൂ. അപ്പോൾ അവർക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടും. ശരിയല്ലേ? അതാണ് എന്ത് പറയുന്നത്, ക്രെഡിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ, ഒരു ഓഡിറ്റ് ഒപ്പീനിയൻ കൂടെ വെച്ച് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. ഇനി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. മെയിനായിട്ട് ഏറ്റവും മുകളിൽ എന്തായിരിക്കും, ടൈറ്റിലായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അതായിരിക്കും നമ്മുടെ ടൈറ്റിൽ വരുന്നത്. അതിനുശേഷം അഡ്രസ്സ് ചെയ്യും, ആർക്കാണ് ഞാനിത് അഡ്രസ്സ് ചെയ്യുന്നത്, ആർക്കാണ് ഞാനിത് എഴുതാൻ പോകുന്നത്, ഷെയർ ഹോൾഡേഴ്സിനാണ്. യെസ്, ഡെഫിനറ്റ്ലി ഷെയർ ഹോൾഡേഴ്സിനാണ്. അഡ്രസ്സ് ചെയ്യായിട്ട് ഷെയർ ഹോൾഡേഴ്സായിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഒപ്പീനിയൻ പറയും. മേ ബി ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കാം, മേ ബി അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കാം, മേ ബി അൺക്വാളിഫൈഡ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒപ്പീനിയൻ പറയും. എന്നിട്ട് ഇനി ഒപ്പീനിയൻ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തും കൂടെ പറയും, നമ്മൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൂടെ പറയും. എന്ന് വെച്ചാൽ എന്ത് ബേസിസിലാണ് ഞാൻ ഈ ഒപ്പീനിയൻ പറഞ്ഞത്. FS ഇപ്പോൾ ഞാൻ ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയുവാണ്, അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻവെൻറ്ററി ഓവർ സ്റ്റേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം, അത് പറഞ്ഞു കൊടുക്ക്, ബേസിസ് ഓഫ് ഒപ്പീനിയൻ അല്ലേ, അതാണ് അവിടെ പറയേണ്ടത്. പിന്നെ
റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് പറയാം, കൂടാതെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഫോർമാറ്റാണ്, അത് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത് കീ ഓഡിറ്റ് മാറ്റേഴ്സ് ആണ്. ഓക്കെ, കീ ഓഡിറ്റ് മാറ്റേഴ്സ് അതൊക്കെ എന്താണെന്ന് പഠിക്കാം. പിന്നെ അതർ ഇൻഫോർമേഷൻ സെക്ഷൻ, പിന്നെ റിപ്പോർട്ട് ഓൺ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട്. പിന്നെ ഫൈനലി ഓഡിറ്റേഴ്സ് സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് അഡ്രസ്. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് വരുന്നത്, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ആദ്യമേ ഒരു വലിയ ഹെഡിങ്, ഒരു ടൈറ്റിൽ, പിന്നെ അഡ്രസ്സ്, പിന്നെ ഒപ്പീനിയൻ, എന്തുകൊണ്ടാണ് ഒപ്പീനിയൻ വന്നത്, ബേസ് ഓഫ് ഒപ്പീനിയൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ്, ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, കീ ഓഡിറ്റ് മാറ്റേഴ്സ്, പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് മെയിനായിട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു FS എന്താണ് നമ്മൾ പറയുകയാണ്, അത് എന്താണ് ട്രൂ ആൻഡ് ഫെയർ അല്ല, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റില്ല അല്ലേ. കുറച്ചധികം ഒപ്പീനിയൻസ് ഉണ്ട്. ഓക്കെ, FSൽ തന്നെ കുറച്ചധികം ഒപ്പീനിയൻസ് ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ശരിയാകത്തില്ല. നമുക്ക് ഓരോ സിറ്റുവേഷനിൽ ഓരോ ഒപ്പീനിയൻ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഓക്കെ FS ട്രൂ ആൻഡ് ഫെയർ ആണ്, അതൊരു ഒപ്പീനിയനാണ്. FS ട്രൂ ആൻഡ് ഫെയർ അല്ല, ഇത് രണ്ട് ഒപ്പീനിയൻ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയല്ല, അത് ഭയങ്കര എന്തായി ജനറലായിപ്പോയി. ശരിയല്ലേ? സ്പെസിഫിക് ആയിട്ട് കുറച്ച് നമുക്ക് ഒപ്പീനിയൻസ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ FS മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മെറ്റീരിയാലിറ്റി പെർവാസീവ്നെസ് എന്താണെന്ന് അറിയില്ലല്ലോ, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസ്പോൺസ്, ഈ ഒരു ഒപ്പീനിയൻ പറയുന്നതിന് മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിയണം. മെറ്റീരിയാലിറ്റി എന്താണെന്ന് അറിയാം, പെർവാസീവ്നെസ് എന്താണെന്ന് അറിയണം. ഓക്കെ, മെറ്റീരിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുകയാണ് ഒരു എമൗണ്ട്. ഓക്കെ, അത് അത്യാവശ്യം വലുതാണ്. ഓക്കെ, ആൻഡ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫുള്ളി അത് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫുള്ളി അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇൻവെൻട്രി ഓവർ സ്റ്റേറ്റഡ് ബൈ 10 lakh. ഇൻവെൻട്രി ഓവർ സ്റ്റേറ്റഡ് ബൈ 10 lakh. 10 lakh ഒരു വലിയ എമൗണ്ട് ആണോ? യെസ്, വലിയ എമൗണ്ട് ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി. ഓക്കെ, 10 lakh എന്തായാലും വലിയ എമൗണ്ട് ആണ്, മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഈ 10 lakh ഇൻവെൻട്രി ഓവർ സ്റ്റേറ്റഡ് ആയിട്ട് കിടക്കുവാണ്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇൻവെൻട്രി ഓവർ സ്റ്റേറ്റഡ് ബൈ 10 lakh, ശരിയല്ലേ? അപ്പം അത് ആക്ച്വലി ഇൻവെൻട്രീനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുള്ളൂ, ശരിയല്ല? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫുള്ളി പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ FSൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അത്യാവശ്യം വലിയൊരു പ്രശ്നമാണ്, പക്ഷേ അത് ഏതോ ഒരു ഏരിയനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, അതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ് പറയാം. അതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. യെസ്. ഇനി പെർവാസീവ്നെസ് എന്താണെന്ന് ചോദിച്ചാലോ, എന്നുവെച്ചാൽ നമ്മുടെ മിസ്റ്റേറ്റ്മെൻറ്റ് വൈഡ് സ്പ്രെഡാണ്. എന്നുവെച്ചാൽ ഭയങ്കര വലിയൊരു മിസ്റ്റേറ്റ്മെൻ്റ് ആണ്, വലിയൊരു മിസ്റ്റേറ്റ്മെൻറ്റ്, ആകെ മൊത്തം എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന സംഭവം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കൺസോളിഡേഷൻ എന്താ അറിയില്ല, കൺസോളിഡേഷൻ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാരൻറ്റ് കമ്പനിയുടെ FSും സബ്സിഡറി കമ്പനിയുടെ FSും കൂടെ എന്ത് ചെയ്യും, മെർജ് ചെയ്യും അല്ലേ. എത്രയൊക്കെ സബ്സിഡറി ഉണ്ടോ എല്ലാത്തിനെയും മെർജ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കമ്പനിക്ക് 5 സബ്സിഡറി കമ്പനീസ് ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ കൺസോളിഡേറ്റഡ് FS ഉണ്ടാക്കിയപ്പോൾ 4 കമ്പനീസിനെ എന്താക്കി, കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. 4 സബ്സിഡറി കമ്പനീസിനെ എൻ്റെ പാരൻറ്റ് കമ്പനിയുടെ കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് മെർജ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ഒരു കമ്പനിയുടെ FS മെർജ് ചെയ്യാനായിട്ട്, കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയി. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു കമ്പനിയുടെ റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ അസറ്റ്, ലയബിലിറ്റി, അതൊന്നും നമ്മുടെ FSൽ വന്നിട്ടില്ല, കൺസോളിഡേറ്റഡ് FSൽ വന്നിട്ടില്ല. അപ്പോൾ അതൊരു വലിയ മിസ്റ്റേറ്റ്മെൻ്റ് അല്ലേ. ഏതെങ്കിലും ഒരു ഏരിയ മാത്രമാണ് അഫക്റ്റഡ് ആയേ? അല്ല, FS കംപ്ലീറ്റ്ലി അഫക്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പെർവാസീവ് ആണ്. ഓക്കെ, അതാണ് മെറ്റീരിയാലിറ്റി ആൻഡ് പെർവാസീവ്നെസ് തമ്മിലുള്ള ഡിഫറൻസ്. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേറ്റ്മെൻ്റ് ആണ്, യെസ് മിസ്റ്റേറ്റ്മെൻ്റ് ആണ്, അത്യാവശ്യം വലിയൊരു മിസ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഏതോ ഒരു പെർട്ടിക്കുലർ ഏരിയനെ അത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. പെർവാസീവ്നെസ് പറഞ്ഞാലോ ഏതോ പെർട്ടിക്കുലർ ഏരിയനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, ഒരു വലിയ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്, FSനെ ആകെ മൊത്തം അഫക്റ്റ് ചെയ്യുന്നൊരു സാധനം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, പെർവേസീവ് മിസ്റ്റേറ്റ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് മെറ്റീരിയാലിറ്റി ആൻഡ് പെർവേസീവ്നെസ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഓഡിറ്റ് ഒപ്പീനിയൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു FS മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണെന്ന് വിചാരിക്കും. 2 സിറ്റുവേഷനാണ്. FS മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. 2 ഒപ്പീനിയൻസ് ആണ് പറയേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് FS മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആകുമ്പോൾ ഉള്ള സിറ്റുവേഷൻ നോക്കാം. FS മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്, ആ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലാണ്. ഓക്കെ, ഏതോ പെർട്ടിക്കുലർ ഏരിയനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പെർവാസീവ് അല്ല. അങ്ങനെയാണ് നമ്മൾ പറയുന്ന ഒപ്പീനിയൻ എന്തായിരിക്കും അറിയാമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒപ്പീനിയൻ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. ഓക്കെ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മൾ പറയും ഓക്കെ എക്സെപ്റ്റ് ഫോർ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇൻവെൻട്രി മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണ്, എക്സെപ്റ്റ് ഫോർ ഇൻവെൻട്രി FS എന്താണ്, ട്രൂ ആൻഡ് ഫെയർ ആണ്. അങ്ങനെ ആയിരിക്കും ഒപ്പീനിയൻ പോകുന്നത്, ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ, യെസ്. ഇനി ഒരു മിസ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ അതെന്താണ്, മെറ്റീരിയലുമാണ് പെർവാസീവ് ആണ്. ഓക്കെ, മെറ്റീരിയലുമാണ് പെർവാസീവ് ആണ് എന്ന് വെച്ചാൽ എന്താ, മിസ്റ്റേറ്റ്മെൻറ്റ് ഏതോ ഒരു പെർട്ടിക്കുലർ ഏരിയ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ FS ആകെ മൊത്തം പ്രശ്നമാണ്.
അങ്ങനെ എന്താടാ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സെപ്റ്റ് ഫോർ എന്നൊന്നുമില്ല, FS ഫുള്ളി പ്രശ്നമാണ്, FS ഡു നോട്ട് പ്രസൻറ്റ് ഫെയർലി, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതാണെന്ത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരാണെങ്കിൽ, മിസ്സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലാണ് പെർവാസീവ് അല്ല എങ്കിൽ എന്തായിരിക്കും ക്വാളിഫൈഡ്, മെറ്റീരിയലുമാണ് പെർവാസീവ് ആണെങ്കിലോ അഡ്വേഴ്സ് ഒപ്പീനിയൻ. യെസ്. ഇനി അൺഎബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ആണെന്ന് വിചാരിക്കും. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ എവിഡൻസ് ഇല്ലയെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ കമ്പനിക്ക് അത്രയും ഡോക്യുമെൻറ്റേഷൻ ഇല്ല, കമ്പനിക്ക് പ്രോപ്പറായിട്ടുള്ള ഡിജിറ്റൽ റിസോഴ്സസ് ഇല്ല, പ്രോപ്പറായിട്ട് ഇൻവോയ്സിങ് നടക്കുന്നില്ലായിരുന്നു, അതൊക്കെ കൊണ്ട് തന്നെ അവിടെ പ്രോപ്പറായിട്ട് എന്തില്ല, കമ്പനിക്ക് എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റാത്തത് ഒരു മെറ്റീരിയൽ കാര്യത്തിനാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻ നേരത്തെ പോലെ തന്നെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. യെസ്, എക്സെപ്റ്റ് ഫോർ ഈ ഒരു പർട്ടിക്കുലർ സംഭവം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എവിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ FS ഓക്കെയാണ്. എക്സെപ്റ്റ് ഫോർ ഈ ഒരു സംഭവം FS ഓക്കെയാണ്, ആ ഒരു ഒപ്പീനിയൻ ആയിരിക്കും പോകുന്നത്. ഇനി വരുന്നൊരു സംഭവമാണെന്ത് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഒരു എവിഡൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഏത് കാര്യത്തിനാണ്, ആ ഒരു സാധനം മെറ്റീരിയലുമാണ് പെർവാസീവ് ആണ്. ഓക്കെ, ആ ഒരു സംഭവം മെറ്റീരിയലാണ് പെർവാസീവ് ആണ്, പക്ഷേ എനിക്ക് എവിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒപ്പീനിയൻ എന്തായിരിക്കും, വെറൈറ്റി സംഭവമാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഞാൻ ഈ FSൽ എന്ത് പറയുന്നില്ല, ഒപ്പീനിയൻ പറയുന്നില്ല. കാരണം എന്താ, വി ഡു നോട്ട് എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കാരണം എന്താ, അവിടെ എനിക്ക് എവിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിലായിരിക്കും അവിടെ ഒപ്പീനിയൻ പോകുന്നത്. അപ്പോൾ ഇതാണെന്ത് ഓഡിറ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ നമുക്ക് സെക്ഷൻ സിയിലൊക്കെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, യെസ്. സോ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഈ ഒരു ടേബിൾ വെച്ചൊക്കെ പഠിച്ചാൽ മതി, അല്ലെങ്കിലാണ് കൺഫ്യൂസ് ആവാറ്. ഓക്കെ, യെസ്. ഇനി വരുന്നത് സംഭവമാണ്, നമുക്ക് 2 ടൈപ്പ് ഓഫ് പാരഗ്രാഫ് പഠിക്കാനുണ്ട്. ഓക്കെ, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ആൻഡ് അതർ മാറ്റർ പാരഗ്രാഫ്. ഓക്കെ, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പഠിച്ചില്ലേ, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ആ ഫോർമാറ്റ് പഠിച്ചില്ലേ, ഇവിടെ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറയുന്ന സംഭവം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ശരിയല്ലേ? എന്താണ് ഈ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് വെച്ചാൽ, നമ്മൾ ആസ് എൻ ഓഡിറ്റർ എനിക്ക് ഈ ഓഡിറ്റിൽ തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ആസ് എൻ ഓഡിറ്റർ ഞാൻ നോക്കിയപ്പോൾ കാണുവാണ് അവിടുത്തെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് വാല്യൂ ചെയ്യാൻ. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിൽ പറയും, ഈ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്തപ്പം ഇൻവെൻട്രി ഓഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ക്ലയൻറ്റ് ഒട്ടും റെസ്പോൺസീവ് ആയിരുന്നില്ല, ഒട്ടും പ്രോപ്പറായിട്ട് എവിഡൻസ് തന്നില്ല എന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണ് നമ്മൾ അത് എഴുതി വയ്ക്കും കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിൽ. ഓക്കെ, ക്ലയൻറ്റിനെ മോശപ്പെടുത്തുന്ന രീതിയിലല്ല, കുറച്ച് പ്രൊഫഷണലായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺസ്. മെയിൻലി ലിസ്റ്റഡ് കമ്പനീസാണ് ഇത് എഴുതി വെക്കാറ് ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഓക്കെ, യെസ്. ഇങ്ങനത്തെ സാധനങ്ങൾക്കാണ് ഹൈ റിസ്ക് സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ് ഓർ കോംപ്ലക്സ് ഏരിയാസ്. ആസ് എൻ ഓഡിറ്റർ എനിക്ക് തോന്നുവാണ് ഈ ഒരു ഏരിയ ഭയങ്കര റിസ്ക്കി ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ജഡ്ജ്മെൻറ്റ് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുവാണ്. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യാം, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിൽ എഴുതി കൊടുക്കാം. യെസ്. പിന്നെ വരുന്ന സംഭവമാണ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി FSലുള്ളൊരു സാധനം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ചും കൂടെ എംഫസിസ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി FSൽ ഇരിക്കുന്ന ഒരു സാധനമാണ്, പക്ഷേ എനിക്ക് തോന്നുവാണെന്ത് അത് നമ്മുടെ യൂസേഴ്സ് എസ്പെഷ്യലി ഷെയർ ഹോൾഡേഴ്സ് കുറച്ചും കൂടെ അത് അറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്, അത് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പാരഗ്രാഫാണെന്നത് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ കാണുവാണ് നമ്മുടെ കമ്പനിക്കെതിരെ ഒരു മേജർ ലോസ്യൂട്ട് വരുവാണ്, മേജർ ലീഗൽ കേസ് വരുവാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവർ പ്രൊവിഷനൊക്കെ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുവാണ് അത് ആൾക്കാർ പ്രൊവിഷൻ കാണും, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു കൊടുക്കണം ആസ് എൻ ഓഡിറ്റർ. അങ്ങനെയാണ് ഞാൻ ആ കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കും, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിലായിരിക്കും എടുത്ത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് അതർ മാറ്റർ പാരഗ്രാഫ്. എന്ന് വെച്ചാൽ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ നമ്മൾ എന്താ പറഞ്ഞേ, FSലുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, എടുത്ത് പറഞ്ഞു കൊടുക്കാൻ പോകണം. അങ്ങനത്തെ സിറ്റുവേഷൻ. അതർ മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ FSൽ ഇല്ലാത്തൊരു സാധനം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, എടുത്ത് പറഞ്ഞു കൊടുക്കാൻ പോകണം. FSൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് പ്രീവിയസ് ഇയറിൽ വേറെ ഏതോ ഓഡിറ്ററാണ് ഓഡിറ്റ് ചെയ്തത്. അത് FS നോക്കിയാൽ മനസ്സിലാവോ? ഒരിക്കലും ഇല്ല. FSൽ എന്താണ് മോണിറ്ററി ഫിഗേഴ്സല്ലേ വരുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് എക്സ്ട്രാ എടുത്ത് അതർ മാറ്റർ പാരഗ്രാഫിക്ക് പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ വർഷം വേറെ ഏതോ ഓഡിറ്റേഴ്സാണ് ഓഡിറ്റ് ചെയ്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് യൂസേഴ്സ് അറിയാൻ വേണ്ടിയിട്ട്, ഞാനിപ്പോൾ പുതിയ ഓഡിറ്ററാണ്, അപ്പോൾ
അപ്പോൾ അത് ജസ്റ്റ് യൂസർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതർ മാറ്റർ പാരഗ്രാഫി മേ ബി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, FS ഇല്ല, പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് അതർ മാറ്റർ പാരഗ്രാഫിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിൽ പഠിക്കാനുള്ളത്, മെയിനായിട്ട് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സംഭവം നന്നായിട്ട് നോക്കുക, എസ്പെഷ്യലി ആ ടേബിളും കാര്യങ്ങളൊക്കെ. യെസ്, അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.